ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മെയ് 19 ഞായറാഴ്ച ഏകാദശിയാണ്. ഈ ഏകാദശിയുടെ പേര് മോഹിനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 18 11:22 രാവിലെ 11:22 മുതൽ മെയ് 19 1:50 വരെയാണ്. ഉച്ച കഴിഞ്ഞ് 1:50. മോഹിനി ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 19 ഞായറാഴ്ചയാണ്. വൈശാഖ മാസത്തിലെ ഏകാദശിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്. ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ച് ആചരിച്ച ഏകാദശിയാണ് മോഹിനി ഏകാദശി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും സീതാദേവി അകന്നു പോയതിന് ശേഷം ആ വിഷമത്തിൽ അത് ഒരു പാപമാണോ, താൻ ചെയ്തത് ഒരു പാപമാണോ എന്നുള്ള ഒരു ചിന്ത ശ്രീരാമചന്ദ്രനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുപോലെ തന്നെ കാരണം പൂർണ്ണമായ മനുഷ്യരൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. മനുഷ്യനാണ്. അപ്പം മനുഷ്യൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമുക്കറിയാം അത് ചിലപ്പം അല്പം കുഴപ്പമുള്ളതാണ്, അതല്ലെങ്കിൽ അതൊരു ക്രൂരമായ പ്രവൃത്തിയാണ്, അതല്ലെങ്കിൽ ഒരു തെറ്റാണ്. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. അത് നമ്മുടെ ചില സാഹചര്യങ്ങൾ കൊണ്ടാകാം. അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് ശ്രീരാമചന്ദ്രന് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അറിയാം സീതാദേവിക്ക് ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഭർത്താവ് എന്ന ചുമതലയേക്കാൾ കൂടുതലായിട്ട് രാജ്യം ഭരിക്കുന്നത് കൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം, അതല്ലെങ്കിൽ അവരുടെ ആ ഒരു വിശ്വാസ്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള തൻ്റെ വേദന അവിടെ സഹിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിന് ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അതല്ല അവിടെ സ്വാർത്ഥതയോടുകൂടി ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വിഷയമില്ല, അല്ലെ ജനങ്ങളുടെ വിശ്വാസം ഇവിടെ ഒരു വിഷയമല്ല എന്ന് കരുതി എൻ്റെ സുഖമാണ് വലുത് എന്ന് കരുതിയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മഹാനായ രാജാവായി മാറുകയില്ലായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം തൻ്റെ ദുഃഖം കടിച്ചമർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സീതാദേവി അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും മാറിപ്പോയെങ്കിൽ പോലും അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നതും. രാജസൂയജ്ഞത്തിൽ ഇതുപോലെ തന്നെ ദേവിയെ വേണം, പത്നി സമേതനായി മാത്രമേ അദ്ദേഹത്തിന് ആ യാഗം പൂർത്തിയാക്കാൻ പറ്റുകയുള്ളൂ എന്ന് വന്ന സമയത്ത് പോലും അദ്ദേഹം കാഞ്ചന സീതയാണ് അവിടെ ഇരുത്തിയത്. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹം സരയൂ നദിയിൽ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറയുന്നത്. സരയൂ നദിയിലേക്ക് പോയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പം ശരിക്കും അദ്ദേഹം ഒരു മനുഷ്യരൂപത്തിൽപ്പെട്ട പൂർണ്ണമായും മനുഷ്യനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടോ ആ കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉള്ള ഒരാളായിരുന്നു ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമുള്ളത്. കാരണം അദ്ദേഹം അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു രാജാവ്, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു പുത്രൻ എങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്, അതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ച് തന്ന ഒരാളാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഈ ദുഃഖമെല്ലാം പേറിയിരിക്കുന്ന സമയത്താണ് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്, എൻ്റെ ഈ പാപങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ മുനിയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, മോഹിനി ഏകാദശി വ്രതം എടുത്തോളൂ, കുറച്ചൊക്കെ ഒരു സമാധാനം അങ്ങേക്കുണ്ടാകും, ആശ്വാസമുണ്ടാകും. ഇതിനൊക്കെ ഒരു ഈ പാപങ്ങളുടെയൊക്കെ ഒരു മോചനം, പാപങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു മോചനം താങ്കൾക്കുണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് വസിഷ്ഠ മഹർഷി. അങ്ങനെ ശ്രീരാമചന്ദ്രൻ അനുഷ്ഠിച്ച വ്രതമാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്നു. പിന്നെ പറയുന്നൊരു വ്രതകഥയെന്ന് പറയുന്നത് സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന് പറയുന്ന ഒരു നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിൽ ധനപാലൻ എന്ന പേരുള്ള ഒരു വിഷ്ണു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വൈശ്യകുലത്തിൽപ്പെട്ട
ആളായിരുന്നു. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് 4 ജാതി വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ. അതിൽ വൈശ്യ കുലത്തിൽപ്പെട്ട ആളായിരുന്നു ആരെന്ന് പറയുന്നത് ഈ ധനപാലൻ. അദ്ദേഹം വലിയ വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് 5 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഇളയ മകൻ ഒരു ദുഷ്ടനായിരുന്നു. ബാക്കി 4 പേരും നല്ല കുട്ടികളായിരുന്നു. പക്ഷേ ഈ 5ാമത്തെ പുത്രൻ എന്ന് പറയുന്നത് അയാളൊരു പാപിയായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ അച്ഛനെ വളരെയധികം വിഷമിപ്പിക്കുകയും അച്ഛൻ്റെ പണവും പേരും എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ അച്ഛന്, അതായത് ധനപാലന്, വലിയ വിഷമമാണ് ഈ ഇളയ കുട്ടി ഉണ്ടാക്കി കൊടുത്തത്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ധനപാലൻ എന്ത് ചെയ്യുന്നു? ഈ ഇളയ കുട്ടിയെ പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മോഷണം തന്നെ ആയി ഈ ഇളയ കുട്ടിയുടെ ജോലി. അങ്ങനെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ പട്ടാളക്കാർ ഈ ഇളയ കുട്ടിയെ പിടിച്ചു. അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ എന്നിട്ട് രാജാവ് ശിക്ഷിച്ചു. എന്താണ് ശിക്ഷ കൊടുത്തത്? നാട്ടിൽ നിന്നും ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ ഈ കുട്ടി പിന്നീട് എവിടെയാണ്? വനത്തിലാണ്. ഒരു വേട്ടക്കാരനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ വേട്ടക്കാരനായിട്ട് ജീവിച്ച് കുറേശ്ശെ പിന്നെ ഒരു മാനസാന്തരം പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇളയ കുട്ടിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ കൗടില്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുകയാണ്. ആ സമയത്ത് കൗടില്യ മഹർഷി തപസ് ചെയ്തിട്ട് സ്നാനം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈറനോടുകൂടിയാണ് വരുന്നത്. അപ്പം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കൗടില്യ മഹർഷിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ ആ വഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ ഇളയ കുട്ടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും കുറച്ച് ജലത്തുള്ളികൾ ഈ കുട്ടിയുടെ മേത്തേക്ക് വീണു. അപ്പോൾ അന്നേരം തന്നെ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എന്നിട്ട് കൗടില്യ മഹർഷിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇതുപോലെ പാപങ്ങളൊക്കെ ചെയ്തു, എനിക്കിപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ ഒരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് വൈശാഖ മാസമായിരുന്നു. അപ്പം കൗടില്യ മഹർഷിയാണ് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ഈ വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വ്രതം വിധിയാവണ്ണം അനുഷ്ഠിക്കൂ. ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസാന്തരം വന്നല്ലോ, മാനസാന്തരത്തോടു കൂടി തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ വൈശാഖ മാസത്തിലെ മോഹിനി ഏകാദശി വിധിയാവണ്ണം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു കൗടില്യ മഹർഷി. അത് കേട്ടിട്ട് ഈ കുട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നു. ഭഗവാൻ വളരെ സംപ്രീതനാവുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടിക്ക് അവസാനം മോക്ഷം ലഭിച്ചു. ഭഗവാന്റെ വാഹനമായ ഗരുഡ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് വിഷ്ണു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത്രത്തോളം പുണ്യമാണ് ഈ ഏകാദശി വ്രതങ്ങൾ എടുക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. മോഹിനി ഏകാദശി മാത്രമല്ല, പൊതുവെയുള്ള എല്ലാ ഏകാദശികളും എടുക്കുന്നത് വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ ഏകാദശി ഒക്കെ എടുക്കുന്ന ഓരോ ഏകാദശിക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ ഫലങ്ങളുണ്ട്. അപ്പോൾ മോഹിനി രൂപത്തിൽ തന്നെ ഭഗവാൻ അവതരിച്ചത് എന്തിനാണ്? അവിടെ അസുരന്മാരിൽ നിന്നും അമൃത് കൈക്കലാക്കി ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കുകയാണ് ഭഗവാൻ അവിടെ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ ഭഗവാൻ രൂപമെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഏകാദശി എടുക്കുന്നത് ഒഴിവാക്കരുത്. കാരണം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഇപ്പോൾ കുറേ ഏകാദശികൾ എടുക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് 100% ഉറപ്പാണ്. പല തെറ്റുകളിൽ നിന്നുമൊക്കെ നമ്മൾ പിന്തിരിയാനുള്ള ഒരു മാനസികമായ ഒരു കരുത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകാദശി വ്രതങ്ങൾ മുടങ്ങാതെ എടുക്കുക. അത് ഉപവസിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏകാദശി വ്രതങ്ങൾ എടുക്കുക. നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് മെയ് 19 ഞായറാഴ്ചയാണ് ഏകാദശി. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ഒരു നേരം അരിഭക്ഷണം കഴിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ അത്താഴം കഴിച്ച് നമ്മൾ ശനിയാഴ്ച ദിവസം പിറ്റേ ദിവസത്തെ ഏകാദശിക്ക് വേണ്ടി തയ്യാറെടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇനി 19 ഏകാദശി നമ്മളെടുക്കുക. ഏകാദശി എടുക്കേണ്ടെന്ന വിധമൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒന്നും പറയുന്നില്ല.
അടുത്ത വീഡിയോയിൽ പാരണാ സമയവും ഹരിവാസര സമയവും പറയാം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന നാമം നിരന്തരം ജപിക്കുക വൈശാഖ മാസത്തിൽ, പ്രത്യേകിച്ച് ഏകാദശി ദിവസങ്ങളൊക്കെ. അത് വളരെ വളരെ ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വളരെ വിശേഷമാണ് ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഏകാദശി എടുക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഇത് മാത്രമാണ്. അല്ലാതെ വലിയ വലിയ വഴിപാടുകളും പൂജകളും ഒന്നും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാന് നാമം ചെല്ലുന്നവരെയാണ് ഏറ്റവും ഇഷ്ടം. അത് പ്രത്യേകം ആലോചിക്കുക. പിന്നെ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പുരുഷ സൂക്താർച്ചനയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നാമം ചെല്ലുന്നവരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അത് പ്രത്യേകം മനസ്സിലാക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ എന്ത് ചെയ്യുക? നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക മനസ്സിലൊക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ദുഷ്ചിന്തകളൊന്നും തന്നെ വരില്ല. ഈ കാര്യം ഓർത്ത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ സ്ഥലങ്ങളിലെയും പാരണ സമയം നാളെ വീഡിയോ ഇടാം, ഹരിവാസര സമയം ഇടാം. എല്ലാവരും അത് കണ്ട് അതനുസരിച്ചിട്ട് ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.